ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും വരാൻ പോകുന്ന പള്ളിപ്പുറത്തമ്മയുടെ തിരുനാളിന്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടുകൂടി നേരുകയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇപ്രകാരം വലിയൊരു കമ്മ്യൂണിറ്റിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഒരു 250 വീട്ടുകാരുള്ള ഒരു ചെറിയൊരു ഇടവകയാണ്. ഇട ദിവസങ്ങളിൽ ഒരു 60-70 പേരാണ് കുർബാനയിൽ പങ്കുചേരുക. ഞായറാഴ്ചകളിലാണ് കൂടുതൽ പേരും ദേവബലിയിലൊക്കെ സംബന്ധിക്കുക. ചെറിയ ഒരു പള്ളിയാണ്, അതിൻ്റെ 4/1 എൻ്റെ പള്ളിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ ഒരുമിച്ച് കാണുന്ന ഒരു സന്തോഷമാണ്. ഒരു വർഷക്കാലം ഈ പള്ളിപ്പുറത്ത് കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്തു. ഇവിടുന്ന് ലഭിച്ചതൊക്കെ പല കാര്യങ്ങളും ഇപ്പൊ സ്വന്തമായിട്ടൊരു പള്ളി കിട്ടിയപ്പോൾ, വികാരിയായപ്പോൾ അതിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പള്ളിപ്പുറത്ത് ഓർക്കാറുണ്ട്, ഇടവക ജനങ്ങളെ ഓർക്കാറുണ്ട്, കുട്ടികളെ ഓർക്കാറുണ്ട്. അവരുടെ മുഖമൊക്കെ വളരെ പരിചിതമാണ്. കൈക്കുഞ്ഞൊക്കെ ആയിരുന്നു, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വലുതായിട്ടുണ്ട്. അവരെ മാത്രമാണ് തിരിച്ചറിയാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാവരും, മുതിർന്നവരൊക്കെ അധികം പ്രായമൊന്നും ആയിട്ടില്ല, പഴയ ചുറുചുറുക്കോടെ തന്നെ ഇരിക്കുന്നുണ്ട്. വചനത്തില് നമ്മൾ ദുഷ്പ്രേരണ നൽകരുത് എന്നുള്ളതാണ് ശ്രമിച്ചത്. നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ ജീവിതമുണ്ട്. ചിലര് ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ ഒരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്നവരുണ്ട്. ചിലര് വ്യക്തിപരമായിട്ട് ജപമാല ചൊല്ലുന്നതിലൂടെ സന്തോഷം, ആത്മീയമായ സന്തോഷം അനുഭവിക്കുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില നന്മ പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കാം, ചില സൽപ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കാം. പള്ളിപ്പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസത്തില് തിരുനാളിന് നൊവേനയിൽ പങ്കുചേരുക എന്നുള്ളതായിരിക്കാം. ചില മറ്റു ദിവസങ്ങൾ പള്ളിയിൽ വരണമെന്നില്ല. വർഷത്തില് വലിയ ആഴ്ചയിലും അതുപോലെ തന്നെ തിരുനാളിന്റെ സമയത്തും മുടങ്ങാതെ നൊവേനയിൽ പങ്കുചേരുക, വിശുദ്ധ കുർബാനയിലും നൊവേനയിൽ പങ്കുചേരുക എന്നുള്ളത് ഒരു ആത്മീയതയുടെ ഒരു തലമാണ്. ഓരോ ശനിയാഴ്ചകളിലും ഇവിടെ പള്ളിയിൽ വിശുദ്ധ കുർബാനയുണ്ട്, നൊവേനയുണ്ട്. അന്നൊക്കെ വളരെ ചുരുക്കം ചിലരൊക്കെയാണ് പങ്കെടുത്ത് കണ്ടിട്ടുള്ളൂ. പക്ഷെ തിരുനാളിന്റെ സമയം അത് പള്ളിപ്പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരുനാളിന്റെ ഒരുക്കത്തിന്റെ ദിവസങ്ങളാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഇനിയും ലഭിക്കാനുമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ ഓരോരുത്തരും കൊണ്ടുപോകുന്ന നമ്മുടെ ആത്മീയ ജീവിതമുണ്ട്. നമ്മുടെ അപരനും നമ്മുടെ അടുത്തിരിക്കുന്നവർക്കും ഒരു ആത്മീയ ജീവിതമുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ നമ്മളൊരു ഉതപ്പിന് കാരണമാകാതിരിക്കുക എന്നുള്ളതാണ്, ഒരു സ്കാൻഡൽ ആകാതിരിക്കുക. ഇപ്പൊ വിശ്വാസ ജീവിതത്തിലാകാം, ഭൗതിക ജീവിതത്തിലാകാം, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും മറ്റുള്ളവരുടെ വിശ്വാസത്തിന് ഉതപ്പ് നൽകാത്ത രീതിയിൽ മുന്നോട്ട് പോകണം. അപ്രകാരം ഉതപ്പുണ്ടാകുമ്പോൾ നിന്റെ കണ്ണാണ് നിനക്ക് പാപഹേതുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയണം എന്നുള്ളതാണ്. അത് നിന്റെ കൈയാണ് പാപഹേതുവെങ്കിൽ കൈവെട്ടി ദൂരെ എറിയുക, അല്ലെങ്കിൽ കാലാണെങ്കിൽ കാല് വെട്ടി ദൂരെ എറിയാനൊക്കെ വചനത്തിൽ പറയുന്നുണ്ട്. അത് എത്രമാത്രം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് നമുക്കൊക്കെ സംശയകരമാണ്. ഈശോയോട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കൈ വെട്ടി മാറ്റുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദനയേക്കാൾ വലുതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഉതപ്പിന് കാരണമാകുന്നുണ്ടെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന ഒരു വേദന വലുതാണ് എന്നുള്ളതാണ്. അപ്പൊ കണ്ണ് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. കണ്ണില്ലാത്തപ്പോഴാണ് അതിൻ്റെ വില നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. കണ്ണ് ഉള്ളതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന് ഉതപ്പ് നൽകാതിരിക്കുക എന്നുള്ളത്. അതാണ് ഈശോ ഈ വചനഭാഗത്തിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുക. ഇപ്പൊ നമ്മെ ഓരോരുത്തരെയും പാപത്തിലേക്ക് നയിക്കുന്നത് എന്താണോ, ചില വ്യക്തികളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകള്, മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്ന പാപ സാഹചര്യങ്ങളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, ബലഹീനതകളുണ്ട്. അതേതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സാഹചര്യത്തെ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് വചനഭാഗം. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് നമ്മളൊക്കെ ഒരുങ്ങുമ്പോൾ ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിയോഗം സമർപ്പിച്ചിരിക്കുക. ഇനി ദേവാലയത്തിലും നടക്കാൻ സാധിക്കുന്ന, പള്ളിയിൽ വരാൻ സാധിക്കുന്ന ഒത്തിരിയേറെ പ്രായമായവരുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പ്രായമായ ഒത്തിരിയേറെ പേരുണ്ട്. അവിടെ കൊച്ചച്ഛനൊക്കെ ആയിരുന്നു ഇപ്പൊ കുർബാനയ്ക്കൊക്കെ കൊടുക്കാനൊക്കെ പോകുന്നത് ആദ്യ വെള്ളിയാഴ്ചകളിൽ.
ഇന്ന് വന്നപ്പോഴും കൊച്ചച്ഛന് പ്രകാരം പറയുണ്ടായി, രാവിലെ മുതൽ കുർബാനയ്ക്ക് കൊടുക്കായിരുന്നു എന്നുള്ളത്. പ്രായമായവർക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ചിലപ്പോൾ ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയ്ക്ക് നൽകാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. പ്രായമായി വീട്ടിൽ മാത്രം അടഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതി ഈ പള്ളിയിലൊന്ന് വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് കടന്നു പോകണമെന്നതാകാം. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് പണിതിരിക്കുന്ന ഗ്രോട്ടോ, പരിശുദ്ധ അമ്മയുടെ ആ ഗ്രോട്ടോയിൽ വന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകണമെന്നാകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി അവിടെ നേർച്ചയിട്ട് പ്രാർത്ഥിക്കണമെന്നതൊക്കെ ആയിരിക്കും. മക്കളോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങളും ആഗ്രഹവും സ്വപ്നവും ഒക്കെ. ഇപ്പൊ നമുക്ക് ഓരോരുത്തർക്കും, കൊച്ചു കുട്ടികളാകട്ടെ, മുതിർന്നവരാകട്ടെ, യുവജനങ്ങളാകട്ടെ, എനിക്ക് പ്രായമായവർക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ചിലപ്പോൾ ഒരു ഭക്ഷണം എടുത്തു കൊടുക്കുന്നതാകാം, ചിലപ്പോൾ ആശുപത്രിയിൽ ഒരു ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നതായിരിക്കാം, ഭക്ഷണം കൊടുക്കുന്നതാകാം. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അതിന് ദൈവസന്നിധിയിൽ വിലയുള്ളൂ. അല്ലാത്ത പക്ഷം എൻ്റെ കടമ, ഉത്തരവാദിത്വം എന്ന രീതിയിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ചെയ്യുന്ന കാര്യം ഏറ്റവും സ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ അത് ദൈവസന്നിധിയിൽ ഒത്തിരിയേറെ വിലയുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ ഒരു ചിന്ത മാത്രമാണ് നൽകുന്നത്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ എളിമയെ കുറിച്ചാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എളിമയോടെ വ്യാപരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ, അവനെ ദൈവം തേടിയെത്തും എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ആ ഒരു എളിമ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം അവളെ അമ്മയായിട്ട്, ഈശോയുടെ അമ്മയായിട്ട് തിരഞ്ഞെടുക്കുക. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം അതിന് നമ്മൾ കാണുന്നുണ്ട്. സാധാരണ ഒരു പ്രദേശമായിരുന്നു, പക്ഷേ പരിശുദ്ധ അമ്മയെ ആ നസ്രത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതോടു കൂടിയിട്ടാണ് ലോകത്തിന്റെ തന്നെ ചരിത്രം വഴിമാറുക. ഈശോയുടെ ജനനത്തിന് അപ്രകാരം ഒരു വേദി ഒരുക്കുക. എളിമയോടുകൂടി നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ ഒരു മൊബൈൽ ഫോണിനെ പറ്റിയുള്ളൊരു അറിവ് ചിലപ്പോൾ ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ വലുതായിരിക്കും. ചിലപ്പോൾ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, അതിന്റെ സെറ്റിങ്സ് ഒക്കെ എന്താണെന്ന് പോലും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അറിയണമെന്നില്ല. സ്വന്തം മക്കളുടെ മുന്നിൽ എളിമയോടുകൂടി അത് എന്താണ് എന്ന് ചോദിക്കാനുള്ള ഒരു എളിമ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക്, മുതിർന്നവർക്കൊക്കെ ഉണ്ടാകണമെന്നുള്ളതാണ്. നമുക്കറിയാം, ഹവ്വായിലൂടെ അനുസരണക്കേടിന്റെ ഫലം ഭക്ഷിച്ചതിലൂടെ നമ്മൾ ഓരോരുത്തരും പാപത്തിൽ അടിമപ്പെട്ടു, മരണത്തിന് കാരണമായി. പക്ഷെ 2-ാം ഹവ്വയായ പരിശുദ്ധ അമ്മ തന്റെ അനുസരണം വഴിയാണ് നന്മയിലേക്കും ജീവനിലേക്കും മനുഷ്യകുലത്തെ നടത്തുക. മാലാഖയുടെ അറിയിപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്ന സമയം ഒരുപക്ഷെ പരിശുദ്ധ അമ്മ അഹങ്കാരി നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മാലാഖയോട് ഇപ്രകാരം പറയും, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, നീ പറയേണ്ടത് കാര്യമൊന്നും ഇല്ല എന്നൊരു പക്ഷെ പറഞ്ഞിരിക്കാം. പക്ഷേ പരിശുദ്ധ അമ്മയുടെ എളിമയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറയാനായിട്ട് കാരണമായത്. ആ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നതൊന്നും ദൈവത്തിന് ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. കാരണം ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളും ദൈവത്തിന് തടസ്സം പറയാനായിട്ട് പറ്റില്ല. എന്റെ പ്രാർത്ഥനകൾ വേഗത്തിൽ കർത്താവിന്റെ പക്കൽ എത്തണമെങ്കിൽ അതിനേക ഒരു വഴി പരിശുദ്ധ അമ്മയാണ്. ഈശോയെ നിരാകരിച്ചുകൊണ്ട് പറയുന്നതല്ല, പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഈശോയിലേക്ക് തന്നെയാണ് എത്തിച്ചേരുക. എന്നിരുന്നാൽ പോലും പരിശുദ്ധ അമ്മ പറയുന്ന കാര്യങ്ങൾ പിതാവായ ദൈവം അത് ഗൗനിക്കാൻ എടുക്കും എന്നുള്ളതാണ്, സീരിയസ് ആയിട്ട് എടുക്കും എന്നുള്ളതാണ്. ഓരോ ദിവസവും നൊവേനയിൽ നമ്മൾ പങ്കുചേരുന്നു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ചൊല്ലുന്ന ഏതൊരു പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ വിലയുള്ളതായി തീരുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ എളിമയോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ്. പരിശുദ്ധ അമ്മ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഭാഗ്യം നിറഞ്ഞവളാണ് എന്നാണ് പറയുക. പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വപുത്രന്റെ ശരീരം തന്റെ മടിയിൽ വഹിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ചവളാണ്. തന്റെ സ്നേഹിതർക്കു വേണ്ടി ജീവൻ പോലും ബലി കഴിക്കാനായിട്ട് തിരുമനസ്സായ മകന്റെ ഉടൽ തന്റെ മടിയിൽ വഹിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും.
പ്രത്യേകിച്ച് ഒരു മനോഹരമായ ഒരു ഗ്രോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ കിരീട നേർച്ചയിലും ഒക്കെ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും സ്വർഗത്തോളം ഉയരുമെന്നുള്ളതാണ്. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയെ സ്വർഗത്തോളം ഉയർത്താനായിട്ട് കാരണം അവളുടെ എളിമയാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ചിലപ്പോൾ പ്രായമായ മാതാപിതാക്കളുടെ മുൻപിൽ ചിലപ്പോഴൊക്കെ എളിമയോടുകൂടി വ്യാപരിക്കേണ്ട സാഹചര്യങ്ങൾ വരും. ജീവിത പങ്കാളിയുടെ മുന്നിൽ ചിലപ്പോൾ എളിമയോടെ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. മക്കളുടെ മുന്നിലും അറിവിന്റെ മുൻപിൽ ചിലപ്പോഴൊക്കെ എളിമയോടെ നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും. നീ എത്രമാത്രം ഉന്നതനാണോ അത്ര കണ്ട് വിനീതനായി തീരുക എന്നുള്ളതാണ് വചനത്തിലൂടെ ഈശോ പറയുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ എളിമയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും പ്രകടമായി കാണുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ. ആ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയെ പോലെ എളിമയോടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവരാകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അതിനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് തേടാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.